ഇങ്ങനെയൊക്കെ ആവും ജീവിതമല്ലേ. കുറേയൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു പ്രത്യേക സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ചെന്നെത്തും. ഞാനിപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാട്ടോ. കാരണം 2 പ്രാവശ്യം മരണം മുന്നിൽ കണ്ടിട്ട് തിരിച്ച് വന്നത് കൊണ്ടാണോ എന്നറിയില്ല. തിരിച്ച് വന്നോ എന്ന് പറയാനും പറ്റില്ല. മരണം മുന്നിലുണ്ടോ എന്താണെന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനൊരവസ്ഥയിലാണ്. അതായത് തിരക്കുകളിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് ഈ പറഞ്ഞ പുല്ല്, അമ്പലം, അമ്പലക്കുളം അതിനോടൊക്കെ വല്ലാത്തൊരു അഡിക്ഷനാണിപ്പോൾ. എനിക്ക് തോന്നുന്നു എവിടെയോ മരണം കാത്തിരിക്കേണ്ട എന്നുള്ള തോന്നലാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. മുമ്പൊക്കെ ഇങ്ങനത്തെ വഴികളിൽ കൂടെ ചെരുപ്പില്ലാണ്ട് നടക്കാനും അല്ലെങ്കിൽ നടക്കാനൊക്കെ ഞാനൊന്നും മടിച്ചിരുന്ന ആളാട്ടോ. സത്യം പറയാലോ, ഇങ്ങനത്തെ വഴികളൊക്കെ ഞാൻ ഒഴിവാക്കിയിരുന്നു. റോഡിൽ കൂടെ മാത്രമേ പോവുള്ളൂ, അങ്ങനെയൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വഴികളാണ് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ ആൾക്കാരില്ലാതെ വളരെ ശാന്തമായ ഈ ചെളികൾ പോലും ഞാൻ വല്ലാതെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ഈ ചെളിയിൽ കൂടെയൊക്കെ ഞാൻ ഇതിനു മുമ്പ് നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാർ, ഇവർ കുളത്തിലെ ഫിഷസാട്ടോ. അപ്പോൾ ഇവരോടും കഥ പറയലാണ് ഇപ്പോഴത്തെ എൻ്റെ പണി. ഈ പൂക്കളൊക്കെ കണ്ടുവോ? കുഞ്ഞിലെ നമ്മൾ കണ്ടിട്ടുള്ള പൂക്കളാണ്. പക്ഷേ അന്നൊന്നും അതിന് ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ വഴിയരികിൽ നിൽക്കുന്ന ഈ പൂവിന് പോലും ഇപ്പോൾ ഇത്രയ്ക്ക് ഭംഗിയുണ്ട് എന്ന് എനിക്ക് തോന്നാനായിട്ടുള്ള റീസൺ എനിക്ക് തോന്നുന്നു എൻ്റെ മരണം ഞാൻ മുന്നിൽ കണ്ടത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ റുട്ടീൻ ഇതാണ്: നടക്കുക, അമ്പലത്തിൽ വരിക, ദൈവത്തിനെ കൂട്ടുപിടിക്കുക,